അല്പസമയം മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇറാനിലെ 1700 കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനിൽ എല്ലാം തകർത്തെറിഞ്ഞെന്നും ട്രംപ് അവകാശപ്പെട്ടു. ആക്രമണത്തിൽ ഇറാനിൽ മരണം 787 ഇറാൻ ഭരണകൂടത്തിന്റെ കമാൻഡിംഗ് കോമ്പൗണ്ട് ഇസ്രയേൽ തകർത്തു. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തള്ളുകയാണ് ഇരുപക്ഷവും. ചർച്ചയ്ക്കുള്ള സമയം ഏറെ വൈകിയെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലും സ്ഥിതി സങ്കീർണമാവുകയാണ്. ലെബനനിൽ മരണം 40 ഇറാന്റെ ആണവായുധ പദ്ധതിക്ക് തെളിവില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കി. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്, വാർ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? എവിടെയെങ്കിലും പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ചെകുത്താനോടാണ് യുദ്ധം, ചർച്ചയ്ക്ക് സന്നദ്ധമല്ല എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ആവശ്യമെങ്കിൽ കരയുദ്ധത്തിന് പോലും മടിക്കില്ല എന്ന പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ നമ്മൾ കേട്ടു. അവകാശവാദങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിലായും ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് സ്ഥിതിഗതികളെ കാണേണ്ടത്? സമാധാനത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കയേറ്റുന്നുണ്ടല്ലോ ഫൈസൽ ഹംസ. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു, പ്രത്യാക്രമണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് പോലും ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് തന്നെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 153 നഗരങ്ങളെയാണ് ലക്ഷ്യമിട്ടത്, നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായി ജർമ്മൻ ചാൻസലർക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. അവിടെ പറഞ്ഞത് 1700 കേന്ദ്രങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇറാനിൽ എല്ലാം നാമാവശേഷമാക്കിയിരിക്കുന്നു, എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമെന്നുള്ള ഒരാശങ്കയെ തുടർന്നാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നും ട്രംപ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തു എന്നുള്ളതുമാണ് ട്രംപിന്റെ അവകാശവാദം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ആയിട്ടും ഇറാൻ ശക്തമായി തന്നെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നിരന്തരമായി ടെല്ലവീവിലടക്കം, അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും നഗരമായ അവരുടെ തലസ്ഥാന നഗരമായ ടെല്ലവീവിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ അപായ സൈറണുകൾ മുഴങ്ങുന്നു എന്നുള്ളത്. ആ രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം GCC രാജ്യങ്ങളിലടക്കം വലിയ രീതിയിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലായി ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം വന്നിട്ടുള്ളത്, അവരുടെ IRGC കമാൻഡർമാരിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത്, ഈ രീതിയിൽ ഇറാന്റെ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾ GCCയിലെ സാമ്പത്തിക കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിടുമെന്നുള്ളതാണ്. അതായത് ഇതുവരെ ആദ്യഘട്ടത്തിൽ അവർ ലക്ഷ്യമിട്ടത് അമേരിക്കയുടെ താവളങ്ങളെയായിരുന്നു, സൈനിക താവളങ്ങളെയായിരുന്നു. അതിനുശേഷം അമേരിക്കൻ എംബസികളെ ലക്ഷ്യമിട്ടു. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് കൃത്യമായി താല്പര്യങ്ങളുള്ള, അവർക്ക് ആസ്തികളുള്ള കേന്ദ്രങ്ങളെയുമാണ് ലക്ഷ്യമിട്ടത് എന്നാണ് ഇറാന്റെ അവകാശവാദം. പക്ഷേ GCC രാജ്യങ്ങൾ പറയുന്നത് വിമാനത്താവളങ്ങളെ അടക്കം ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്ത് തന്നെയായാലും ആ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രത്യാഘാതമുണ്ടാകും. ഹോർമോസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ കണ്ടതാണ്. ഓയിൽ വില വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അതിന് ട്രംപ് നൽകുന്ന മറുപടി, ഈ ആക്രമണം അവസാനിക്കുന്നതോടെ ലോകത്തെ ഇന്ധന വിലയെല്ലാം കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുമുണ്ട് ട്രംപ്. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു സ്റ്റാർമർ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അമേരിക്കയുടെ ആക്രമണത്തെ പിന്തുണയ്ക്കുമെന്ന്. പക്ഷേ അവിചാരിതമെന്ന് പറയട്ടെ, ആ രീതിയിലുള്ള ഒരു പിന്തുണ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതേസമയം അവർ പ്രതിരോധത്തിന് അവരുടെ സംവിധാനത്തെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇറാനിൽ ആക്രമണം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. സ്പെയിനും സമാനമായ നിലപാടിലാണ്. എന്തായാലും വലിയ രീതിയിൽ ആക്രമണങ്ങൾ തുടരുമ്പോൾ തന്നെ ഒരേ സമയം ഇസ്രായേൽ ലബനനിലും ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ഇറാനിൽ ആക്രമണം നടത്തുന്നതിനോടൊപ്പം തന്നെ ബെയ്റൂത്തിലെല്ലാം ഇന്ന് വലിയ രീതിയിൽ ആക്രമണം നടന്നു. അവിടെ ഗ്രൗണ്ട് ഇൻവേഷനും നടന്നിരിക്കുന്നു. ലബനനിൽ ഒരു പ്രത്യേക ബഫർ സോണും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റിജിത്ത്, കീർത്തന. ശരി, ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇറാനാണ് ആദ്യം ആക്രമിക്കാൻ പദ്ധതിയിട്ടെന്ന വാദം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. എന്തായാലും പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.